ചരിത്രമൊക്കെ എൽദ ഹക്കീമിനെ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ അറിയാം. സ്വന്തമായി തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കാബൂളിലെയും അഫ്ഗാനിസ്ഥാനിലെയും ജനങ്ങളെ ഇന്ത്യ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്നും തീർച്ചയായിട്ടും അവർ കാണുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചതുകൊണ്ട് താലിബാന്റെ അവിടുത്തെ ഭരണത്തെക്കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം. ഭീകരവാദത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചും ആ ഒരു സ്ത്രീക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററെയും അംബാസിഡറെയും ഒക്കെ കൈ കിട്ടുമ്പോൾ അവർ വെള്ളം കുടിപ്പിക്കുന്നത്. സ്കൈ ന്യൂസിൽ എത്തുന്നതിന് മുമ്പ് BBC അടക്കമുള്ള മാധ്യമങ്ങളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ് എൽദ ഹക്കീം. സോ ഇവരുടെ വീഡിയോകളും ഇന്ത്യയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ലോകം ബോധ്യപ്പെടുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്ന് പേരുകേട്ട മാധ്യമങ്ങൾ പോലും പലപ്പോഴും ഈ പക്ഷപാതം കാണിച്ച സമയത്ത് സത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ വ്യാജ വാർത്തകളും അല്ലെങ്കിൽ കള്ളങ്ങളും കൂടുതലായി പ്രചരിപ്പിച്ച സമയത്ത് ഈ സ്കൈ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമം, സ്കൈ ന്യൂസും സ്കൈ ന്യൂസ് ഓസ്ട്രേലിയയുമാണ് ശരിക്കും ലോകത്ത് പ്രധാനമായിട്ടും സത്യങ്ങൾ എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചാനലുകളിൽ ഒന്ന്. ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പക്ഷം പിടിച്ച് പറയുന്നു എന്ന് തോന്നാം. എന്നാൽ മറ്റൊരു ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു മാധ്യമം പറയുമ്പോൾ അങ്ങനെയല്ലോ. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര അജണ്ടക്കെതിരെ നിന്ന് കുറച്ചെങ്കിലും നിന്നെന്ന് പറയുന്ന മാധ്യമങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സ്കൈ ന്യൂസ് ഓസ്ട്രേലിയ വിട്ടിട്ടുള്ള വീഡിയോ ഞാനൊരു ഫസ്റ്റ് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ വെക്കാം ആ ഒരു ലിങ്ക്. ജസ്റ്റ് കണ്ടു നോക്കുക. അതായത് ഒരു കമ്പാരിസൺ അവർ നടത്തുന്നുണ്ട്. ഇന്ത്യ എങ്ങനെയാണ് എവിഡൻസ് വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും പാകിസ്ഥാൻ എങ്ങനെയാണ് വളരെ ഒരു ഒട്ടും പ്രൊഫഷണലിസം ഇല്ലാതെ വെറുതെ വായ്ത്താളം അടിച്ചു പോയതെന്നും ഈ സ്കൈ ന്യൂസ് ഓസ്ട്രേലിയ വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും ഈ മാധ്യമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എത്ര നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആഗോള തലത്തിൽ തന്നെ ഇന്ത്യക്കെതിരായ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് പലരും പ്രവർത്തിച്ച സമയത്ത് കുറച്ചെങ്കിലും നിഷ്പക്ഷമായിട്ട് സത്യം റിപ്പോർട്ട് ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ച ഒരു മാധ്യമങ്ങളാണ് ഈ പറയുന്ന സ്കൈ ന്യൂസും സ്കൈ ന്യൂസ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ വീണ്ടും വരാം.